നിലവിൽ വന്ന വെടിനിർത്തൽ തുടർച്ചയായി ലംഘിച്ചാണ് ദക്ഷിണ ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണവും വെടിവെപ്പും നടത്തുന്നത്. ആക്രമണത്തിൽ നിരവധി ആളുകൾക്ക് പരുക്കേൽക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. വെടിനിർത്തൽ കരാർ മാനിക്കണമെന്ന് ഇസ്രായേലിനോട് യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുണ്ട്. ഇരുപക്ഷവും ആക്രമണം പൂർണ്ണമായി നിർത്തണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടു. ലെബനനിൽ ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ യുദ്ധാറുതിയല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞു. ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നുള്ള ചെറിയ നീക്കത്തിന് പോലും കനത്ത തിരിച്ചടി നൽകുമെന്നും നെതന്യാഹു അറിയിച്ചു. അതേസമയം ഗസയിലും ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ്. 35-ലധികം പലസ്തീനികളാണ് വിവിധ ആക്രമണങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി മാത്രം അവിടെ കൊല്ലപ്പെട്ടത്. കൂടാതെ അതിർത്തി വഴിയുള്ള സഹായ ട്രക്കുകളുടെ വരവ് നിലച്ചതും സന്നദ്ധ സംഘടനകളുടെ പിന്മാറ്റവും ഗാസയിൽ പട്ടിണിക്കാക്കം കൂട്ടിയതായി UN ചൂണ്ടിക്കാട്ടി. ഗാസയിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്ഷാമമാണ് ഇന്ന് നേരിടുന്നതെന്നും UN അറിയിച്ചു. അതിനിടെ യുദ്ധാനന്തര ഗാസയുടെ ഭരണം കൈയാളാൻ രാഷ്ട്രീയമായി സ്വതന്ത്ര ഉദ്യോഗസ്ഥ സമിതിയെ നിയമിക്കാനുള്ള കരാറിൽ ഹമാസും ഫതഹും ഉടൻ ഒപ്പുവെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ ഗാസയിൽ ഹമാസ് ഭരണം പൂർണ്ണമായി അവസാനിപ്പിക്കുന്ന നീക്കം വെടിനിർത്തൽ ചർച്ചകളിൽ നിർണായകമായേക്കുമെന്നാണ് വിലയിരുത്തൽ. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.